ലോൺ ആപ്പ് കാരണം ഒരുപാട് യുവാക്കൾ നാടുവിട്ടതായിട്ടും ആത്മഹത്യ ചെയ്തതായിട്ടും നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ടതാണോ എന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കണം. ഇന്നും ഒരുപാട് ആളുകൾ ട്രാഫിൽ പെട്ട് കിടക്കുന്ന ആളുകളുടെ പുറത്തു വരാത്തതാണ്. ഇത് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണ്? മെയിനായിട്ടുള്ള ലോൺ ആപ്പുകളുടെ പേര് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും ശരിക്കാണ് ശരി. അപ്പം ഇപ്പൊ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ പറയണ്ടേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ശരിയോട്ടാ, ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടൊരു വിഷയമാണ് ലോൺ ആപ്പ് കാരണം ഒരുപാട് യുവാക്കൾ നാടുവിട്ടതായിട്ടും ആത്മഹത്യ ചെയ്തതായിട്ടും ഒളിച്ചോടിയതൊക്കെ ആയിട്ടുള്ള വാർത്തകളാണ്. അപ്പം എന്തുകൊണ്ടും നമ്മളിപ്പം ഒരു ശ്രദ്ധ ചെലുത്തേണ്ട അല്ലെങ്കിൽ ബിവെയർ ആയിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ലോൺ ആപ്പ് എന്നുള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്നും ഒരുപാട് ആളുകൾ ട്രാഫിൽ പെട്ട് കിടക്കുന്ന ആളുകളുടെ പുറത്തു വരാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് കാണുന്നത്? ലോൺ ആപ്പ് ശരിക്കും പ്രത്യക്ഷത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിച്ചു കളയേണ്ട ഒരു സംഗതിയാണ്. ഇത് രാജ്യത്ത് എന്താ പറയുക, RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലാതെ ഈ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റില്ല. അതേസമയം ഈ ഒരു അംഗീകാരമില്ലാതെ ഇതേപോലെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ ലോൺ ആപ്പുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വാർത്തകളിൽ വരുമ്പം മാത്രം നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പിന്നീട് ഇതിനെക്കുറിച്ച് മറന്നുപോവുക. ഈ ഒരു സമ്പ്രദായം ശരിക്കും നിരോധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ പറയും ലോൺ എടുക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ടല്ലേ എന്ന് പറയും. പക്ഷെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ശരിക്കും ചൂഷണം. തീർച്ചയായും ലോൺ ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പല ആളുകളും ചെയ്യുന്ന ലോൺ എടുത്തുകൊണ്ടാണ്. ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ വഴി ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ട്. ലോൺ എടുക്കൽ സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിൽ അതാണ് ഇതിൻ്റെ അകത്ത് ഒരു 2-3 റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഗ്യാരണ്ടീഡ് അപ്രൂവൽ എന്നാണ് ഇവർ പറയുക. അതായത് വേറെ ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ പ്രീ ചെക്കോ ഒന്നും ഇല്ലാണ്ട് എന്തായാലും ലോൺ അപ്രൂവ് ആയിരിക്കും, അങ്ങനെയുള്ള എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതായത് അത് തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. തീർച്ചയായും നമുക്കിപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ലോണൊക്കെ അത്രയും സെക്യൂർഡ് ആയി അല്ലെങ്കിൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ആപ്പുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയാം, ഒരു ഫിസിക്കൽ ഓഫീസോ വ്യക്തമായ അഡ്രസ്സോ ഒന്നും ഇല്ലാത്ത ഈ ആപ്പുകളിൽ നിന്ന് ഒരിക്കലും എടുക്കാൻ വേണ്ടി പാടില്ല. അതാണ് ഒരു മറ്റേ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ടതാണോ എന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കേണ്ടത്. അല്ല, ഇപ്പൊ ഇന്നൊരു വാർത്ത കേൾക്കണം, ലോൺ ഇത് ആപ്പിൽ പെട്ട ഒരാൾ ഒളിച്ചോടി, നാളെ ഇതേ വാർത്ത കേൾക്കണം, മറ്റന്നാൾ ഈ വാർത്ത കണ്ടാൽ തന്നെ പോയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഇതിന്റെ പ്രശ്നം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാമ്പത്തികമായി നമുക്ക് അത്രമേൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ പരസ്യവാചകങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് വഴി കാണുമ്പോഴെന്ന് ചിലപ്പോൾ ഒരു 5000 രൂപയായിരിക്കും. 5000 രൂപയല്ല, നമുക്ക് ഉടനെ അടുത്ത ഫണ്ട് വരുമ്പോൾ തിരിമറിച്ച് അത് അടച്ചു കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാമെന്നായിരിക്കും. പക്ഷേ 5000 രൂപ എടുത്ത ആളുകളാണ് 40,000 50,000 അടക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇവർ ഒരു ടാക്ടിക് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രൈവസീനെ. ഇപ്പം നമ്മൾ ലോൺ ആപ്പ് വഴി ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ബുക്ക്, നമ്മുടെ ഈ ഇമേജസ്, ഗാലറി, നമ്മുടെ മെസ്സേജസ്, ഇതെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടി നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണ്? ബ്ലാക്ക് മെയിലിംഗ്. ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം എന്നോടിപ്പം പറയാണ്, മറ്റേ നിങ്ങൾ ഈ ലോണ് ഇത്ര പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റുള്ള മുഴുവൻ ആളുകളെ നമ്മൾ വിളിക്കും. മുസമ്മിലിനെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ഫ്രണ്ട് ഇന്നയാൾ എടുത്തിട്ടുണ്ട്. അപ്പം നാണക്കേട്. അതുപോലെ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതി. അപ്പോൾ നാണക്കേട് വിചാരിച്ചു മനുഷ്യന് ഈ ഫോൾസ് പ്രസ്റ്റീജ് ആണല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലെ ഒരു കണിയിൽ പെട്ടിട്ട് മൂപ്പർ എന്നെ പെട്ടെന്ന് വിളിച്ചു, ശരിയോട്ട് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത് ഈ രീതിയിൽ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് എൻ്റെ പാസ്വേഡ് യൂസർ നെയിം എനിക്ക് തന്നേക്കുമെന്ന് പറഞ്ഞു. ഞാൻ കണക്ട് ചെയ്തു. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പിന്നെ തരാൻ വേണ്ടി സൗകര്യമില്ല, നിനക്ക് കഴിയും പോലെ. അത് ഹിന്ദി സംസാരിക്കും, ഞാൻ ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, അപ്പോൾ പറ്റുന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ചെയ്യും അത് ചെയ്യും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈനിൽ എൻ്റെ ഫ്രണ്ടും കൂടി ഓണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് പേഴ്സണലി ചെയ്യട്ടെ, അതുകൊണ്ട് അവരിങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രയാസങ്ങൾ നേരിടും. ഞാൻ നീ അനങ്ങാതിരുന്നോ, അവർക്ക് എന്താ ചെയ്യേണ്ടത് ചെയ്തോന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തപ്പോൾ അത് അങ്ങോട്ട് തീർന്നു, അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭയമാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഒരു എസ് എ പേഴ്സൺ ലോൺ എടുത്ത് നിന്നിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ അവസ്ഥ വന്നു, ഞാൻ എന്താ പറയുക, ഇല്ല അടക്കാൻ സൗകര്യമില്ല, എനിക്ക് പറ്റുന്ന പോലെ ചെയ്തോന്ന് പറയും. പക്ഷേ ആളുകൾ അങ്ങനെയല്ല, ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ രീതിയിലുള്ള കുഴിയിൽ ചെന്ന് തലവെക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മളെ യുവതലമുറ. ഇതുപോലെ പരിമിത വരുമാനക്കാരായ ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴെന്ന് 2000, 3000, 5000 രൂപയിൽ എടുത്ത് കളയാം. എന്തിനാലും അടുത്ത മാസം അടക്കാൻ പറ്റുന്നു. ഈ 5000 രൂപ അടക്കാൻ പോകുമ്പോൾ 40,000 ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ല, ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഉണ്ടായിട്ടും ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും ശരിക്കും ഇത് നിരോധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് നിയമപരമായ പരിമിതികൾ എന്നറിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം
നമ്മുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഈ സ്റ്റേറ്റ് പോലീസിൽ ഈ സൈബർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ADGP ശ്രീജിത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അതായത് പരാതിയുമായി വരുന്ന എല്ലാ കാര്യങ്ങളും, അത് FIR ഇട്ട് അല്ലെ പരാതിയുമായി മുമ്പോട്ട് വന്ന എല്ലാ കാര്യങ്ങളിലും 99% മറ്റോ ഈ ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും ക്ലോസ് ചെയ്യിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ പോകില്ല. അപ്പം ഇപ്പോൾ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ പറയണ്ടേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പരാതിയായിട്ട് പോകുമ്പോൾ ഞാൻ നാണക്കേടിനെ ബൈക്കും വലിയ കോട്ട് സൂട്ടറിൽ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഈ ഇതിലാന്ന് പോയി തലവെച്ച് എന്നുള്ളൊരു നാണക്കേട് എനിക്കിങ്ങനെ വ്യക്തിപരമായിട്ടൊരു ഇതുണ്ടാക്കി ഞാൻ പറയാൻ പോലും മടിക്കുമെന്നുള്ളതാണ് എൻ്റെ വസ്തുത. അല്ല, പക്ഷെ ഇത്തരത്തിൽ പരാതികൾ വന്നിട്ടും ഇന്നും പല മെയിനായിട്ടുള്ള ലോൺ ആപ്പുകളുടെ പേര് അവരെ പോലീസുകാർ കുറ്റം പറയല്ല, അവർ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വിട്ടിട്ടില്ല. ഒരു ജനങ്ങൾ വിവേറായിരിക്കാൻ വേണ്ടി, ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പുറത്തു വിടുന്നില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വിട്ടില്ല. കാരണം ഏതെങ്കിലും മറ്റേ എന്താ പറയുക വിക്ടിമൈസ് ആളുകൾ ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു സർട്ടൻ ലോൺ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ട്. അല്ല, ഞാൻ പറയാൻ കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം ന്യൂസൊക്കെ കണ്ട സമയത്ത് അതിന്റെ ആ വാർത്ത ഒരു 30 സെക്കൻഡ് വാർത്തയിൽ ഈ ലോൺ ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ ലോൺ ആപ്പിന്റെ പേര് അപ്പൊ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ആപ്പിന്റെ. അപ്പൊ ചില ആളുകൾ എന്താ ആപ്പിന്റെ പേര് തന്നെ ആളുകൾ നോർമലി വീഡിയോ കാണുന്ന ആളുകളാണ് ആപ്പിന്റെ പേര് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലായത് വാർത്തകളിൽ ഇപ്പം കൃത്യമായിട്ട് അതാണ് ചില ഒരു പക്ഷേ വാർത്തകളിൽ കൊടുക്കുമ്പോൾ ഇതിന്റെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ, അവരിപ്പോൾ ഏതൊക്കെ മറ്റേ ലീഗലി ഇതൊക്കെ ലൈസൻസ്ഡ് ഒക്കെ ആണോ എന്നറിയാണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, ഇരുതല മൂർച്ചയുള്ള വാളാണല്ലോ. ഇപ്പോൾ വാർത്ത കൊടുത്തതിന് ശേഷം ഈ കമ്പനി യഥാർത്ഥത്തിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കമ്പനി ആവുകയും അവർ വന്നിട്ട് നിങ്ങൾ ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇപ്പം തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പേര് പരാമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തീർച്ചയായിട്ടും അല്ല. അതാണ് ഇത് നമുക്കിപ്പം ഒരു മാധ്യമങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടേതായിട്ടുള്ളൊരു വിചാരണയാണ്, അവരുടെ ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ചിലപ്പോൾ എന്തൊക്കെ പ്രയാസമുണ്ട്, പക്ഷേ ലോ എൻഫോഴ്സിങ് ഏജൻസി എന്നുള്ള രീതിയിൽ പോലീസിന് പറയാൻ പറ്റും ഇന്ന മറ്റേ ആപ്പുകളെക്കുറിച്ച് ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആളുകൾ വിജിലൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് സത്യത്തിൽ ആളുകൾ ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. കാരണം നമുക്ക് ലോൺ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ആപ്പുകളെല്ലാം നമ്മൾ അംഗീകൃതമായിട്ടുള്ള ബാങ്കുകളുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും ബാങ്കുകൾ, എല്ലാ ബ്രാഞ്ചുകളും. ഇപ്പം ബ്രാഞ്ചുകളുടെ മാത്രമല്ല ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാത്തൊരു പ്രദേശം ഉണ്ടാവില്ല. അപ്പം അന്യായമായ വഴിയിൽ പണം വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു റീസൺ ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക ജാമ്യം പോലുള്ള സംഗതികൾ ഇല്ല. ഇപ്പോൾ പേഴ്സണൽ ലോൺസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരുപാട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പം അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ ലോൺ ആപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ 2000 തൊട്ട് 20,000 30,000 ലോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ ലോൺ ആപ്പുകൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ 2,000 രൂപേൻ്റെ 5,000 രൂപയുടെ അത്യാവശ്യം വരുന്ന മനുഷ്യർ തന്നെയാണ്. അവരെ ടാർഗറ്റ് ചെയ്യുന്ന അവരെ മരണത്തിലേക്ക് തള്ളിയിടുന്നുള്ളൂ. ശരിക്കും ഗവൺമെൻറ് ഈ വിഷയത്തിൽ സത്വരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തണം. അതോടൊപ്പം വലിയ രീതിയിലുള്ള അവയർനെസ്സും. ഇപ്പോൾ ഞാനൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് 2 പേർക്കും ഈ സന്ദേശം കൊടുക്കുകയത് ഏത് പരിസ്ഥിതിയിലും അത് എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മറ്റേ സംഗതികളിൽ കാരണം അങ്ങനെ ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഒരു 2,000 രൂപ പെട്ടെന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ അത്യാവശ്യത്തിന് നമ്മളോട് ചോദിക്കാൻ പഠിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മളൊരു മന്ത്ലി ഒരു പൈസ അവർ കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ ഏതായാലും അത് കിട്ടിക്കഴിഞ്ഞ് ഇത് അടക്കാൻ 2,000 രൂപയായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടുപോകും. അപ്പോൾ ആ ഒരു അവയർനെസ് നമ്മൾ വീടാന്തരം അല്ലെങ്കിൽ എന്താ പറയുക എല്ലായിടത്തും തുടങ്ങണം. പിന്നെ പൊളിറ്റിക്കൽ എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഇത് മാറ്റാൻ വേണ്ടി പറ്റും തന്നെ വിചാരിക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഇത്തരം അതായത് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ കടക്കാരനാക്കി കൊന്നുകളയുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ, ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ, ഇത്തരം ആപ്പുകൾക്കെതിരെ കർശനമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ പ്രാഥമികമായും അല്ല ആ രീതിയിൽ നമുക്ക് പറയാനുള്ളത് അല്ലേ.